മൂന്നാമത്തെ സർക്കാർ സ്വപ്നം കണ്ട് നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ. അതായത് മൂന്നാമതും മുഖ്യമന്ത്രിയായിട്ട് വരാം എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരു സ്വപ്നം, അങ്ങനെ എല്ലാ ഒരു കോട്ടകളും ഒക്കെ കെട്ടിയാണ് ഈ വോട്ടെണ്ണലിന്റെ തലയ്ക്കും തലയെന്ന് പിണറായി വിജയൻ നേരെ കണ്ണൂരിലേക്ക് പോയത്. പക്ഷേ ഫലം വന്നപ്പോൾ, തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തകർന്ന് തരിപ്പണമായി. ഒരു 75 സീറ്റെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന CPM ആകെ കിട്ടിയത് വെറും 35 സീറ്റുകൾ മാത്രം. അങ്ങനെ വെറും നാണംകെട്ട തോൽവി. 10 വർഷം കേരളത്തെ ഭരിച്ച പിണറായി സർക്കാരിന് ജനങ്ങൾ കൊടുത്ത സമ്മാനം. ഇനി കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കണ്ട, ഇനി കേരളത്തിൽ ഭരിക്കണ്ട എന്ന് ജനങ്ങൾ വിധി എഴുതി. 10 വർഷം വരെ, അതായത് ഇത്രയും കാലം പിണറായി സർക്കാരിന്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കാൻ ധൈര്യമില്ലാത്ത, അന്നൊക്കെ പിണറായി കാണുമ്പോൾ മുട്ടിടിച്ച് പേടിച്ചു കൊണ്ടിരുന്ന സഖാക്കന്മാർ അല്ലെങ്കിൽ CPM പ്രവർത്തകന്മാർ ഇന്ന് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുന്നു. അതായത് അവർ ഓരോരുത്തരും പറയുകയാണ്, ഈ പിണറായി വിജയനാണ് CPM തകർത്ത് തരിപ്പണമാക്കിയത്, ഈ പിണറായി വിജയനാണ് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടതും കൂടാതെ വെറും 36 സീറ്റുകളിലേക്ക് ഒതുക്കിയതും. ജനങ്ങളുടെ മനസ്സിലേക്ക് CPM എന്ന് കേട്ടാൽ അവർ കലി തുള്ളുന്ന ഒരു പാർട്ടിയാക്കിയ, ജനങ്ങളുടെ മനസ്സിലേക്ക് അത്രത്തോളം ജനവികാരം കുത്തി നിറച്ചത് പിണറായി വിജയൻ മാത്രമാണ്. എന്നിട്ടോ തോൽവി സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനവും വേണമെന്ന് പറയുന്നു. VD സതീശൻ പറഞ്ഞതാകട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകും, കാരണം ഞാനാണ് പ്രതിപക്ഷ നേതാവായി നിന്ന് UDF നയിച്ചത്. ആ തോൽവി UDF തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. അതുപോലും പറയാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ചങ്കൂറ്റം പിണറായി വിജയന് ഇല്ല എന്ന് ഓരോ പാർട്ടി പ്രവർത്തകരും CPM ഓരോ നേതാക്കന്മാരും ഇന്ന് ആഞ്ഞടിച്ചിരിക്കുകയാണ്. കൊടുങ്കാറ്റ് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നെഞ്ചത്ത് വിരൽ ചൂണ്ടി, പിണറായിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഓരോ സഖാക്കന്മാരും പറഞ്ഞിരിക്കുന്നു, പാർട്ടിയെ നശിപ്പിച്ചത്, പാർട്ടിയെ തകർത്തത് ഈ പിണറായി വിജയനാണെന്ന്. പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് നടന്ന CPM കമ്മിറ്റികൾ, അതായത് 2-3 ദിവസമായി നടക്കുന്ന CPM കമ്മിറ്റികളിലടക്കം, യോഗങ്ങളിലടക്കം പിണറായി വിജയന്റെ ഭരണത്തെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നത് കൊണ്ടാണ് വലിയ രീതിയിൽ പാർട്ടി തകർന്ന് തരിപ്പണമായതെന്ന് ഓരോ നേതാക്കളും പറയുന്നു. എന്നിട്ട് ആ നേതാവിനെ പിടിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവാക്കി ഇരുത്തുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വരെ CPM നേരെയും പിണറായി വിജയന് നേരെയും ആഞ്ഞടിച്ചിരിക്കുന്നു. അതിൽ 5 പേർ പിണറായി വിജയൻ ഒരു കാരണവശാലും കേരളത്തിൽ പ്രതിപക്ഷ നേതാവാകരുത്, പ്രതിപക്ഷ നേതാവാക്കണ്ട എന്ന് ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവ് വരുന്നു. അങ്ങനെ വരുമ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ, പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നൊരു സംശയമാണ് പുറത്തേക്ക് വരുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് ആകാൻ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് ചില സോഴ്സുകൾ വെളിപ്പെടുത്തുന്നത്. അത് അങ്ങനെ ഒരു സംശയമുണ്ട്, അത് സ്ഥിരീകരിക്കാത്തതാണ്. പക്ഷേ പോളിറ്റ് ബ്യൂറോയിലടക്കം മിക്കവരും, ഭൂരിപക്ഷം പേരും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വന്നാൽ അത് കേരളത്തിന് തെറ്റായ ഒരു സന്ദേശം അത് നൽകും, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ഒരു സൂചന, മാറ്റും എന്നൊരു വിവരം, അങ്ങനത്തെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 100% ഉറപ്പിച്ചിട്ടില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സൂചനയാണ് ലഭിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അന്തിമമായി നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുള്ളൂ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റായ ഒരു സന്ദേശം നൽകും, ജനവികാരം തന്നെ വലിയ രീതിയിൽ പാർട്ടിക്കെതിരെ ഉയരും. അത് അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ അടക്കം പറയുന്നത്. കാരണം പോളിറ്റ് ബ്യൂറോയിലാണ് ഏറ്റവും, സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും, സംസ്ഥാനത്ത് ഈ തോൽവിക്ക് ശേഷം നടന്ന യോഗങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പോളിറ്റ് ബ്യൂറോയിലെ ഒരു തീരുമാനമാണ് അന്തിമമായി തന്നെ CPM നേതാക്കൾ എടുക്കുക. കോഴിക്കോടടക്കം നടന്ന പരിശോധനയിൽ വലിയ രീതിയിൽ CPM പ്രവർത്തകർ തന്നെ BJPക്ക് വോട്ട് കുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒരു വൃത്തികെട്ട കളി കളിച്ചു, അല്ലെങ്കിൽ വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിച്ചു എന്ന് നേതാക്കൾ തന്നെ പറയുന്നു. ഏതെങ്കിലും രീതിയിൽ ശൈലജ ജയിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പദവി ശൈലജയ്ക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശൈലജയെ
നോക്കുന്ന ഒരു സ്ഥലം നോക്കി തന്നെ ശൈലജയെ കൊണ്ട് നിർത്തിയതെന്ന് പറയുന്നു. കൂടാതെ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ വീണ ജോർജ് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് വീണ ജോർജ് പാർട്ടിയോട് പറഞ്ഞപ്പോൾ വീണ ജോർജ് അല്ലാതെ വേറെ ഒരാളും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പറ്റില്ല എന്ന് പാർട്ടി പറയുന്നു. അതായത് CPM-ൽ മൊത്തത്തിൽ ഒരു സ്ഥാനാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഒഴിവുണ്ട്. ആരെയും പിടിച്ചു നിർത്താൻ ഒരു സഖാക്കന്മാരെയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ കസേരയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എങ്ങാനോ 5 വർഷം കഴിഞ്ഞ് വീണ്ടും CPM എങ്ങാനോ വന്നു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ എങ്ങാനോ CPM-ന് ഭൂരിപക്ഷം കിട്ടി അവർ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പിണറായി വിജയന് വീണ്ടും മുഖ്യമന്ത്രിയാകാം എന്നുള്ള ഒരു ചിന്ത പിണറായി വിജയന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അള്ളി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ആ പരിസരത്തേക്ക് ഒരാളെ പോലും ഇപ്പോൾ അടുപ്പിക്കുന്നില്ല. സ്വന്തം മരുമകനെ പോലും ആ മുഖ്യമന്ത്രി കസേരയുടെ ചുറ്റുപാടും അടുപ്പിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു തവണ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാണ് എന്ന്. അതിനുശേഷം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ പറയുകയാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കണ്ട, വേറെ ആരെങ്കിലും പ്രതിപക്ഷ നേതാവാക്കിയാൽ മതി, അതായത് ജയിച്ച ഏതെങ്കിലും ഒരു MLA പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം നാണം കെട്ട ഒരു രീതിയായിരിക്കും. അതായത് ഒരു അവസരം കൊടുത്തു, അതായത് ഒരിക്കൽ നിയമിച്ച് പ്രതിപക്ഷ നേതാവാക്കുമെന്ന് പിണറായി വിജയനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി ഇറങ്ങി പോടാ എന്ന് പറയുന്ന രീതിയായിരിക്കും പോളിറ്റ് ബ്യൂറോ പിണറായി വിജയനോട് എടുക്കാൻ പോകുന്നതെന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു നാണക്കേടായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിണറായി വിജയൻ ഒരു MLA ആയിട്ട് ഒതുങ്ങിക്കൂടുക, അതിനുശേഷം പാർട്ടിയുടെ മറ്റു പരിപാടികളിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം പിണറായി വിജയനെ കൊണ്ട് CPM-ലെ പ്രവർത്തകർ സഖാക്കന്മാർ എല്ലാം തന്നെ പൊറുതിമുട്ടി. ഈ മനുഷ്യൻ ഒന്ന് പാർട്ടി വിട്ടൊഴിഞ്ഞിരുന്നെങ്കിൽ, അതായത് പാർട്ടി വിട്ട് ഒഴിഞ്ഞിരുന്നുവെങ്കിൽ CPM നല്ല രീതിയിലൊന്ന് പച്ചപിടിച്ച് പോകുമായിരുന്നു എന്നൊക്കെ ചില സഖാക്കന്മാർ പറയുന്നുണ്ട്. പിണറായി വിജയന് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുന്നു, മുഖ്യമന്ത്രിയാക്കുന്നു, 2ാം വട്ടവും പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്നു. അങ്ങനെ ആ രീതിയിലേക്കുള്ള എത്രത്തോളം കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം പരിഗണനയും കൊടുക്കുന്നു. എനിക്ക് മുഖ്യമന്ത്രി കസേര വേണം, അല്ലെങ്കിൽ ഇന്ന വകുപ്പുകളെല്ലാം എനിക്ക് വേണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു മുടിചൂടാ മന്നനായിട്ട് കേരളത്തെ നശിപ്പിച്ചു. ഇനി അടുത്ത പാർട്ടിയെ നശിപ്പിക്കാനായിട്ട് പിണറായി വിജയൻ ഒരുങ്ങിക്കൂടുന്നു. ഇതെല്ലാം കണ്ടപ്പോഴാണ് പോളിറ്റ് ബ്യൂറോയിലെ അടക്കം മുതിർന്ന സഖാക്കന്മാർ പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവായി പോകരുത് എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്നത്. അവസാനം അന്തിമമായ ഒരു തീരുമാനം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ എടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റും എന്ന ഒരു സൂചന, അനൗദ്യോഗികമായ ഒരു സൂചന ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം.